കൊറേ ചെടികളുണ്ട്. അതേ കൽപ്പൊടിയും ഉണ്ടല്ല. കുറച്ച് ചെടിച്ചട്ടി മേടിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് നല്ലോണം റോസയൊക്കെ മേടിച്ച് നടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായാന്. എല്ലാ ലങ്കോലും ഇട്ട് കിടക്കുകയാണല്ലോ ഇവിടെ. മോളെ ആ ആ മോള് എന്തെടുക്കണേണ്? ഞാൻ ദേ ഈ ചെടിയൊക്കെ നോക്കിയിരുന്നു. ഇഷ്ടംമാതിരി ചെടി ഉണ്ടല്ലോ. ഇഷ്ടംമാതിരി ചെടിയുണ്ട് മോളെ. പക്ഷെ എല്ലാം അലങ്കോലും ഇട്ട് കിടക്കുകയാണ്. അതേ കല്യാണമൊക്കെ ഇട്ട് അവിടെ അങ്ങാട് ഇങ്ങാടൊക്കെ വലിച്ച വാരി അങ്ങടൊക്കെ ഇട്ട് ഷീറ്റൊക്കെ ഇട്ടല്ല. അതുകൊണ്ടൊന്നും മര്യാദക്കൊന്നും വെക്കാൻ പറ്റിയില്ല മോളെ. നമുക്ക് ഇനി ഇതൊക്കെ നല്ല ഭംഗിയിലെടുത്ത് വെക്കാട്ടാ. വെക്കാം. അവനോട് പറഞ്ഞിട്ടേ ചട്ടി മേടിക്കാം നമുക്ക്. ചട്ടി മേടിക്കാം. എന്നിട്ട് അങ്ങോട്ട് വെക്കാം. അത് മതിയല്ല. അപ്പൊ ഒന്ന് വൃത്തിയായിട്ട് ഇരുന്നോളൂ. അല്ല, മോളുടെ മാല മാറ്റിയായിരുന്നാ? അതെ, താലിമാല വലുതല്ലേ. എനിക്ക് നാളെ മുതൽ ജോലിക്ക് കയറണം. അതെല്ലേ. അപ്പൊ പിന്നെ അത്രയും വലിയ താലിമാലയൊക്കെ ഇട്ടോണ്ട് പോണത് ശരിയല്ലല്ലോ. ഞാൻ അതാണ് ചെറിയ മാല. നന്നായി മോളെ. അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ ഉണ്ടല്ല, എപ്പോഴാ പൊട്ടിച്ചോണ്ടിയാണോന്നും അറിയേയില്ല. ഇതെന്തായാലും നന്നായി. ചെറുതിട്ടാ മതി, അതാ നല്ലത്. അല്ല, മോളിപ്പോ കല്യാണമായിട്ട് ലീവൊക്കെ എടുത്തില്ലേ? അപ്പൊ അതിന്റെ പൈസ എങ്ങനെയാണ് കിട്ടുമോ നമുക്ക്? എനിക്ക് ആകെ ഒരാഴ്ച ലീവ് ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ ഒരാഴ്ചയും കൂടി കൂടുതൽ എടുത്തല്ല. അപ്പൊ ആ ഒരാഴ്ചത്തെ പൈസ നമുക്ക് കിട്ടൂല. ബാക്കി നമുക്ക് കറക്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ കേറുമല്ലേ? ഇപ്പൊ കല്യാണമായിട്ട് ലീവ് എടുത്തല്ലേ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത മാസം ലീവ് എടുക്കാണ്ട് നോക്കാം. ഇനി ലീവ് എടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ലീവ് എടുക്കൊന്നും വേണ്ട. മോക്ക് ബോറടിച്ചായിരുന്നാ? ഇല്ലാമ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ നടന്ന് പിന്നെ അയൽവക്കത്താ ചേച്ചിണ്ടാന്ന് വർത്താനം പറയാനായിട്ട് കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞു. നമ്മുടെ പണി ഞാൻ അടുക്കളയിലായിരുന്നു, അതാണ് ഞാൻ വരാൻ വൈകിയത്. ഞാൻ സഹായിക്കൂലായിരുന്നു. അത് നമുക്ക് ചെയ്യാന്നല്ലേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടേക്ക് ഇഷ്ടമില്ലേ? ഇവിടേക്ക് എനിക്ക് ഇഷ്ടം. അമ്മേനെ വിളിച്ചില്ലേ വീട്ടില്? വിളിച്ച് രാവിലെ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ബസ്സിലേ ഭയങ്കര തിരക്കായിരുന്നു. ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഒന്നൊന്ന് ഇരുന്നപ്പോഴാണ് ഒന്ന് സമാധാനമായത്. നീ ഇരിക്കല്ലേ, നീ ചായ വെച്ചേ. ഞാൻ ഇത്ര നേരമുള്ള ചായ കുടിച്ചിട്ടില്ല. നീ വരാൻ വേണ്ടി കാത്തിരുന്നു. അപ്പൊ അമ്മയില്ലേ? അമ്മില്ല, അവളെ വെല്ലിച്ചന്റെ മോള് പ്രസവിച്ച്. അപ്പൊ അങ്ങാട് പോയേക്കിന് കൊച്ചിനെ കാണാനൊക്കെ ആയിട്ടൊക്കെ. ഞാൻ മുതൽ എത്ര നേരമായി ചെല്ലിയുള്ള ചായ എടുക്ക്. ചേട്ടൻ നേരത്തെ വന്നതല്ലേ, അന്ന് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിച്ചൂടെ? മനുഷ്യനില്ലേ ഇരുന്നിട്ടില്ല. ചേട്ടൻ ഇത്ര നേരം കിടക്കിയെന്നല്ലേ. ചേട്ടൻ പോ ചായ വെക്ക്. ഞാൻ ചായ വെക്കാനാ? നീ എന്താണ് ഈ പറയണത്? ആണുങ്ങളാണ് ചായ വെക്കണത്. നീ പോയേ, നീ പോയി വേഗം ചായ വെച്ചേ. തലവേദന എടുത്തിട്ട് പോയേ ചെല്ലി. അതെ, ആണുങ്ങൾ ഒരു ഗ്ലാസ് ചായ വെച്ചെന്ന് പറഞ്ഞിട്ടും ഒന്നും വരാനൊന്നും പോണൊന്നുമില്ല. ഒന്നും വരാനില്ലെങ്കിൽ വേണ്ട. ഇന്നെന്തായാലും മോള് പോയി ചായ വെക്ക്. പിന്നെ ഞാൻ ആലോചിച്ച ചായ വെക്കണോ വേണ്ടെന്നുള്ളത്. ചെല്ലി ചെല്ലി. ഭാര്യയും ഭർത്താവായി കഴിഞ്ഞാലേ പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും സഹകരിക്കൊക്കെ വേണം. അല്ലാതെ സഹകരിക്കാം നമുക്ക് കേട്ടാ. ഇപ്പൊ ചെല്ലുമ്പോ ചായ വെക്ക്. ഇന്നല്ലേ അവളുടെ ശമ്പളം കിട്ടണ ദിവസം. അവനോട് പറയാ ആ ശമ്പളം മേടിച്ചു വെക്കാനായിട്ട്. അതാ നല്ലത്. ശരിയാവില്ല. അമ്മ എന്താ കെട്ടിക്കിടന്ന് കുറഞ്ഞവരായല്ല. എടാ മോനെ, ഇന്ന് അവൾക്ക് ശമ്പളം കിട്ടണ ദിവസമല്ലേ? ഇന്നാണ്. ഞാൻ അന്വേഷിച്ച്. രമണിയുടെ മോളും ഇവിടെ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യണത്. ഒരു 10-30,000 രൂപ എന്തെങ്കിലും ഉണ്ടാവും. അവൾക്ക് അങ്ങനെയാണേ. ഇവക്ക് അത് ഉണ്ടാവും. മോനൊരു കാര്യം ചെയ്യും, അവള് വരുമ്പോഴേ ആ ശമ്പളം അങ്ങോട്ട് മേടിച്ചു വെക്ക്. ഞാൻ മേടിക്കണം അവളുടെ ശമ്പളം. അതിനിപ്പോ എന്താ നീ മേടിച്ചാല്? എന്ത് നാണക്കേട്. അവളുണ്ടല്ലോ, അവളെ വീട്ടിൽ കൊണ്ടേ കൊടുക്കും. അല്ലെങ്കിൽ അപ്പൊ എന്തെങ്കിലും ദൂരത്തടിച്ച് കളയും. നീ മേടിച്ചു വെക്കണ നല്ലത്. നീ ഭർത്താവല്ലേ? എന്നാലും അത് അവളുടെ പൈസ ഞാൻ മേടിക്കാന്നൊക്കെ പറയണത്. ഒന്നുമില്ല. പിന്നെ നീയല്ലേ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കണത്. അപ്പൊ മേടിച്ചു വെച്ചൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അതമ്മ പറഞ്ഞ ശരിയാണ്. അവളുടെ ചെലവിനോട്ടുള്ള പൈസ ഞാനല്ലേ കൊടുക്കണത്. അതില് ഞാനും പറഞ്ഞത്, മോനൊരു കാര്യം ചെയ്താൽ മതി. അവർക്ക് എന്തെങ്കിലും വഴി ചെലവുള്ള പൈസ അങ്ങോട്ട് കൊടുത്താൽ മതി. 10,000 രൂപ. അല്ലാണ്ട് മുഴുവൻ പൈസ ഒന്നും കൊടുക്കൊന്നും വേണ്ട. അത് നശിപ്പിച്ചളയും. ശരിയാണമ്മേ, വെറുതെ നശിപ്പിച്ചളിയുള്ള പൈസ അതെന്റെ ഇരിക്കട്ടെ. ഞാൻ അവളുടെ ഭർത്താവല്ലേ. അതല്ല ഞാനും പറഞ്ഞോണ്ടിരിക്കണത്. ഞാൻ മേടിച്ചോളാം. വരട്ടെ അവിടെ. വന്നുണ്ട്. ഇതെന്താണ് രണ്ടുപേരും എത്തിക്കണത്? അല്ല, ചുമ്മാ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞേക്കണേരുന്ന്. അല്ല, മോക്കുന്ന ശമ്പളം കിട്ടുന്ന ദിവസമായിരുന്നില്ലേ? ആമ്മേ, ഇന്ന് ശമ്പളം കിട്ടി. ഉച്ചയായപ്പോഴത്തേക്ക് അക്കൗണ്ടിൽ കേറിയിട്ടുണ്ട്. അല്ല, അമ്മക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ മേടിച്ചാലോ നാളെ. അമ്മക്കൊന്നും വേണ്ട. അമ്മ ചോദിച്ചെന്നുള്ളൂ ശമ്പളം വന്നാന്നേ. അല്ല, നിന്റെ ഫോൺ നോട്ടെ. എന്തിനാണ് എന്റെ ഫോൺ? എന്നാ
അല്ല എന്താണ് ചെയ്തത്? അല്ലേട്ടാ, എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്താ ബാലൻസ് ആകെ 2000 രൂപ കാണിക്കണുള്ളല്ലോ. അതേ, ബാലൻസ് പൈസ എന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ ഇട്ടാണ്. പിന്നെ 2000 രൂപ അത് മതി നിനക്ക് ഈ ബസ് കാശിനും ചെലവിനൊക്കെ ആയിട്ട്. അത് തന്നെ കൂടുതലാണ്. എന്നാലും അത് കിടന്നോട്ടെ അക്കൗണ്ടില്. എന്നാലും ചേട്ടാ, ആ പൈസ എന്റെ അക്കൗണ്ടിൽ കിടക്കൂലായിരുന്ന? അതിനിപ്പോ എന്താ മോളെ, മോളുടെ പൈസ അവന്റെ അക്കൗണ്ടിൽ കിടന്നാ ഇപ്പൊ എന്താ കുഴപ്പം? നിങ്ങളുടെ ഒന്നല്ലേ. ഇപ്പൊ മോക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവൻ തരൂലേ? എടാ, നീ അവക്ക് കൊടുക്കൂലേ? പിന്നെ കൊടുക്കൂലേ? ഞാൻ പൈസ കൊടുക്കും. പിന്നെന്താണ്? മോൾ ഇങ്ങോട്ട് വന്നേ. ഇതാ അമ്മ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് അറിയോ? വാ, അവിടെ തന്നെ നിക്കാണ്ട്. എന്നാലും എന്റെ അമ്മയുടെ ബുദ്ധി സമ്മതിച്ച്. ചേട്ടാ, എനിക്കൊരു 2000 രൂപ വരോ? 2000 രൂപ എന്തിനാണ്? അതെ, ചേച്ചി റോച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ എല്ലാ കൊല്ലം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാറുണ്ടേ. എനിക്ക് ഗിഫ്റ്റ് മേടിക്കാനാണ്. അതിനവരെ ബർത്ത്ഡേ സെലിബ്രേറ്റും ചെയ്യണില്ല, പിന്നെ എന്തിനാണ്? അല്ല, സെലിബ്രേറ്റ് ചെയ്യണില്ലെങ്കിലും അവൻ എല്ലാ കൊല്ലം ബർത്ത്ഡേക്ക് ഞാനൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട് എന്റെ വക. അതുമല്ല, അവൻ അതും പ്രതീക്ഷിച്ച് അവിടെ നിപ്പുണ്ടാവും. എന്റെ പൊന്നു മോളെ, ഈ വക ഈ സെന്റിമെന്റ്സ് ഒന്നും വേണ്ടട്ട. എന്ത് കാര്യമുണ്ട് നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പറയും. കണ്ണി കണ്ടവർക്ക് ഇവരുടെ കാശുകൾ എന്തിനാണ് 2000 രൂപ? അതൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരു 300 രൂപ ഞാൻ ഇട്ടുതരാം. അതുകൊണ്ട് ഒരു ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്ക്, അത്രയും മതി. അല്ലാണ്ട് വെറുതെ കഷ്ടപ്പെട്ടാണ് പൈസ കണ്ണി കണ്ടവർക്ക് നശിപ്പിച്ചാൽ എന്തിനാണ്? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അല്ല, അത്രയും രൂപക്ക് നല്ല ഡ്രസ്സ് കിട്ടൂല. അത് മതി, അതിന് കിട്ടണത് മതി. അതിനെന്തായാലും കിട്ടും. ഡ്രസ് ഇട്ടാണ് ഒരിക്കൊന്നുമില്ല, അത്ര ഉള്ളത് മതി. അല്ലാണ്ട് 2000 രൂപ ഡ്രസ് ഒന്നും അത് നടക്കൂല. വേണമെങ്കിൽ ഒരു 300 രൂപ ഞാൻ ഇട്ടരാ കേട്ടാ. എടാ മോനെ, എന്താണ് വെല്ലിച്ചന്റെ മോളുടെ കൊച്ചിന്റെ 90 അല്ലേ? 90? എടാ, കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്തെങ്കിലും കൊടുക്കണം, സ്വന്തക്കാരല്ലേ, മോശമാണ്. സ്വർണ്ണെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേടാ. സ്വർണ്ണത്തിന് ഇപ്പൊ നല്ല വിലയാണല്ലേ. വിലയാണ്. 10,000 രൂപയെങ്കിലും ആവുമെന്ന് തോന്നണല്ലേ? 10,000 രൂപ ഈ ഒരു 2-3 ഗ്രാമൊക്കെ കിട്ടി. അത് കുഴപ്പമില്ലാതെ പൈസ നോക്കിയിട്ട് കാര്യമില്ല. സ്വന്തക്കാരുടെ അടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് മേടിച്ചു കൊടുക്കാം. നമുക്ക് കാര്യം ചെയ്യാമേ, ഫോൺ വഴിക്ക് ആ പറഞ്ഞ ജ്വല്ലറി കയറിയിട്ട് നമുക്ക് മേടിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടാ. നിന്നോട് പറഞ്ഞേട്ടാ, ഒരു 300 രൂപ ഞാൻ തരും കേട്ടാ. അതാ ഞാനത് ഗൂഗിൾ പേയിലേക്കാം. 2000 രൂപ കാശിനൊക്കെ ഒരു വിലയില്ല പെണ്ണിന്. ചേട്ടാ, നാളെ എനിക്കൊരു 3000 രൂപ കേട്ടോ. 3000 രൂപ എന്തിനാണ്? അതെ, ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് ഞായറാഴ്ച ഞങ്ങൾ തിരിച്ചെത്തും. എവിടെ പോണ്? മൂന്നാറ്. നിനക്കൊക്കെ വല്ല തലക്ക് വട്ടണ്ട. ഈ മഴയുള്ള സമയത്തല്ലേ മൂന്നാറ് പോണത്. മൂന്നാറ് പോയിട്ട് എന്ത് ചെയ്യാന്? ആ റൂമിന് പുറത്തിറങ്ങാൻ പറ്റുമോ മഴ കാരണം? ആരും പോകൂല, ബോധമുള്ളവരാരും പോകൂല ട്രിപ്പിന്. അതുകൊണ്ട് പൈസ ഇല്ല, നീ പോവാനും നിൽക്കണ്ട. പിന്നെ ഞങ്ങൾ എല്ലാ കൊല്ലവും പോവാറുണ്ട്. മഴക്കാലമൊക്കെ ആകുമ്പോ അതൊരു പ്രത്യേക വൈബാണ്, നല്ല രസമാണ്. പിന്നെ ഈ ടെൻഷനൊക്കെ മാറി ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി എല്ലാരും കൂടി പോണല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് പൈസ തന്നെ. കഴിഞ്ഞ കൊല്ലം വരെ പോയിരുന്നു ട്രിപ്പിന്. പോയിരുന്നു. മതി, ഇനി ഈ കൊല്ലം വരെ പോവണ്ട. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ. അതല്ല, ഞാൻ ചേട്ടന്റെ കാശൊന്നല്ലല്ലോ ചോദിക്കണത്, എന്റെ ശമ്പളത്തിൽ നിന്നല്ലേ. എന്താണെങ്കിലും വെറുതെ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കാൻ ഞാൻ സമ്മതിക്കൂല. കാര്യമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഓക്കെ തരാ. ഇത് വെറുതെ മഴയത്ത് ട്രിപ്പ് പോണ് 3 ദിവസമായി മൂന്നാറ് അടക്കൂല, പറഞ്ഞേക്കാവുണ്ട്. അല്ല, അപ്പൊ ചേട്ടൻ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ആ പൈസ എടുക്കാറുണ്ട്? അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ ആവശ്യങ്ങൾ നടത്തേണ്ടത് ഞാനിവിടുത്തെ ഗൃഹനാഥാണ്. എന്നെ നീ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്തിനൊക്കെ പൈസ മുടക്കണം വേണ്ടാന്നുള്ളത്. ഞാൻ എന്റെ പൈസ അല്ലേ ചോദിച്ചത്, അല്ലാതെ വേറെ പൈസ ഒന്നും അല്ലല്ലോ, ചേട്ടന്റെ പൈസ ഒന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചത്. ആരുടെ പൈസയാണെന്നുണ്ടെങ്കിലും നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. അതെ, ഇനി പറയാൻ സംസാരിച്ചിട്ട് വല കേക്കോട്ടാ. ഇത്ര ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പറ്റൂല പൈസ. പറഞ്ഞേക്ക്, നീ ഇല്ലാതെ ട്രിപ്പിന് പോ. പിന്നെ 3000 രൂപ പൈസയുടെ വില അറിഞ്ഞൂടെ പെണ്ണിന്. എന്റെ അക്കൗണ്ടിൽ പൈസ ഒന്നും കാണില്ല. ഇതോടെ പോയി? ട്രാൻസാക്ഷൻ നോക്കാം, പറയാൻ പറ്റൂല. മാളുവിന്റെ അക്കൗണ്ടിലോട്ടാണ് പൈസ വയ്ക്കണത്. ഇവിടെ എന്തിനാണ് എന്റെ പൈസ കൊണ്ടുവരോട്ടിട്ടാണ്? മാളേ, മാളു, എന്താണ്?
നീ എന്തിനാണ് എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ നിന്റെ അക്കൗണ്ടിൽ ഇട്ടാക്കണത്? ആ ഞാൻ വിചാരിച്ച എന്റെ അക്കൗണ്ടിൽ പൈസ അടക്കട്ടേന്ന്. ചേട്ടന്റെ ശമ്പളം കിട്ടിയ പൈസയാണ് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അതെന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ ശമ്പളോ എന്റെ അക്കൗണ്ടിൽ കിടന്നോളും, അത് നീ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടന്റെ ശമ്പളം ചേട്ടന്റെ അക്കൗണ്ടിൽ കിടന്നാലേ എന്റെ അക്കൗണ്ടിൽ കിടന്നാലും ഒന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ചേട്ടന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ തരാ ചേട്ടന്റെ ആവശ്യാനുസരണം പൈസ. അത് ശരി. അപ്പൊ ഞാൻ ഓരോ ആവശ്യം വരുമ്പോ നിന്റെ മുമ്പിൽ ഒന്ന് കൈ നീട്ടണോ? അത് കൊള്ളാല. എന്റെ പൈസ എന്റെ അക്കൗണ്ടിൽ കിടന്നു, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അതങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല നീ. അത് ശരി, ചേട്ടന്റെ പൈസ ഇപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ. എന്താണ് പറഞ്ഞത്? ഓരോ ആവശ്യങ്ങൾക്കും നിന്റെ മുമ്പിലൊന്ന് കെഞ്ചാനായിട്ട് പറ്റൂലെന്ന്. അപ്പൊ ചേട്ടന് ഇത്രയും ദിവസമായിട്ട് എന്തിട്ടാ ചെയ്തോണ്ടിരുന്നത്? എന്റെ ഓരോ മാസത്തെ ശമ്പളം വരുമ്പോഴത്തേക്കും ഒരു ദിവസം പോലും എന്റെ അക്കൗണ്ടിൽ കിടക്കാതെ അതെല്ലാം എടുക്കാറില്ലേ. എന്നിട്ട് എന്നോട് എന്തിട്ടാണ് പറഞ്ഞത്? നിന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ നടത്തി തരുമെന്ന്. എന്നിട്ട് എന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നടത്തി തന്നിട്ടുണ്ടാ? ആ കറക്റ്റ് ആ ഓഫീസിൽ പോയി തിരിച്ചു വരാനുള്ള ആ വണ്ടി പൈസ മാത്രമല്ലേ തരാറ്. എന്തിനാണ്? ഓഫീസിൽ വെച്ച് ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും എന്റെ കയ്യിൽ പൈസ ഉണ്ടാവൂല. ആ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ തന്നെയാണ് ഞാൻ ആ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അവനവൻ കഷ്ടപ്പെട്ട പൈസ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോയപ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ. ഉണ്ടാവും, ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ള ആളാ. എന്തായാലും ഈ മാസം ഞാൻ ആ പൈസ തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴേ എന്റെ മുമ്പിലേക്ക് വാ, അപ്പൊ ഞാൻ തരാം. അതെ, ഈ ഭാര്യ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അവൾ സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പൈസ അവളുടെ കൈവശം വെക്കാൻ അവൾക്ക് അവകാശമില്ല. പിന്നീട് അവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ തന്നെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു അടിമയെപ്പോലെ നിന്ന് യാചിക്കേണ്ട അവസ്ഥയും. താൻ അനുഭവിച്ച ആ വിഷമവും ബുദ്ധിമുട്ടും ആ ഒരവസ്ഥയും തൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഭർത്താവിൻ്റെ ശമ്പളം അവളുടെ അക്കൗണ്ടിലോട്ട് മാറ്റിയത്. അവൾ ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.